ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കത്തി മൂർച്ചയാക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പഴയ മോഡലാണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും മൂർച്ചയാക്കിയാലും മൂർച്ചയാവില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ വേറൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് വാട്ടർ എമരി ഷീറ്റാണ്, 80ൻ്റെ ഷീറ്റാണ്. ഇത് ഹാർഡ്വെയർസിൽ പോയി ചോദിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് ഒരു 25 രൂപ 30 രൂപ വരത്തുള്ളൂ. അതേമാതിരി പെയിൻറ്റ് കടയിലുണ്ടാവും. ഇത് മുറിക്കേണ്ട രീതിയാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 6 മാസം ഉപയോഗിക്കാനുണ്ടാവും. ഇത് നമ്മൾ 4 ആക്കിയിട്ടാണ് മുറിക്കുന്നത്. മടക്കേണ്ട രീതി ഇങ്ങനെയാണ്. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കീറി കഴിഞ്ഞാൽ അത് വേസ്റ്റേജ് ആയി പോകും. 4 ആക്കി നമ്മൾ മുറിച്ചെടുക്കണം. അതിന് ഒരു പീസാണ് എടുക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ ചുരുട്ടി നമുക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ വയ്ക്കാം. അങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് കത്തി തേക്കാൻ വേണ്ടി മരക്കഷ്ണം പിന്നെ അതേപോലെ വെള്ളാലങ്കല്ലിൻ്റെ പൊടിയൊന്നും ആവശ്യമില്ല. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. നമ്മൾ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത്. ഇതിപ്പോൾ പഴയ ഒരു കത്തി ആയതുകൊണ്ടാണ് ഇത്ര സമയം. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്തിയാണെങ്കിൽ ഇത്ര സമയം വരില്ല. വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചാലും മതി. ഈ 80ൻ്റെ പേപ്പർ എന്നുള്ളത് നിങ്ങൾക്ക് 150ൻ്റെ പേപ്പറും കിട്ടും. അത് മേടിച്ചാലും മതി, കുറച്ചുകൂടെ നൈസായിരിക്കും. ഇത് ക്ലോത്ത് എമരി മേടിക്കരുത്, വെള്ളത്തിലിട്ടാൽ നാശമായി പോകും. ഇത് വാട്ടർ എമരി ആകുമ്പോൾ വെള്ളത്തിലിട്ടാൽ നാശമാവില്ല. അത് അതേപോലെ കത്തി മൂർച്ചയാക്കുന്ന ആൾക്കാരെ തിരഞ്ഞ് നിങ്ങൾ നടക്കണ്ട. നിങ്ങൾ ഒരു ചെറിയൊരു തുണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു തുണ്ട് പേപ്പറും കൊണ്ട് തന്നെ ഒരു 10-30 പ്രാവശ്യം നമുക്ക് കത്തി മൂർച്ചയാക്കാം. നമ്മളിപ്പോൾ മുറിച്ച് കാണിക്കുന്ന ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ മുറിക്കാനാണ് ഏറ്റവും കഷ്ടം. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ മുറിച്ചാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ അടുത്തുള്ളൊരു പഴയ വെട്ടുകത്തി. എല്ലാ കത്തിയും നമുക്ക് ഇതേപോലെ മൂർച്ചയാക്കാം. പഴയൊരു കത്തിയാണ്. കത്തി നമ്മളിപ്പോൾ പറമ്പിൽ പണിയെടുക്കാനുള്ള കത്തിയാണെങ്കിലും ഏത് കത്തിയാണെങ്കിലും നമുക്ക് ഇങ്ങനൊരു പേപ്പർ ഉണ്ടെങ്കിൽ, ഈ ഒരു വാട്ടർ എമരി ഷീറ്റ് ഉണ്ടെങ്കിൽ നന്നായി മുറിച്ചാക്കി എടുക്കാം. ഇപ്പോൾ വീട്ടമ്മമാരൊക്കെയാണ് കുറേ കഷ്ടപ്പെടാറുള്ളത്. മുറിച്ചല്ലാത്ത കത്തിയും വെച്ച് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കണം. അവർക്കൊക്കെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണത്. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും പുതിയൊരു വിഷയമായിട്ടുന്നവർക്കും എല്ലാവർക്കും വിട പറയുന്നു. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.